10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റാരോപിതരുടെ രക്ഷിതാക്കളുടെ പങ്കിന് തെളിവില്ല എന്ന പോലീസ് വാദത്തിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ട് എന്ന ആരോപണം. കുറ്റാരോപിതരായ വിദ്യാർത്ഥികളിൽ മുഖ്യപ്രതിയുടെ പിതാവിന് TP വധക്കേസ് പ്രതി TK രജീഷ് ഉൾപ്പെടെയുള്ള CPM ക്രിമിനൽ സംഘവുമായി ബന്ധമുണ്ട് എന്നതിനുള്ള തെളിവുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ ആ വഴിക്ക് അന്വേഷണം നടന്നിരുന്നില്ല എന്നാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. ഗൂഗിൾ K വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗൂഗിൾ, ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു ബന്ധം വെളിപ്പെടുമ്പോൾ തന്നെ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നതാണ്. ഇത് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടോ എന്ന്. ഇപ്പോൾ ആ വഴിക്കാണോ കാര്യങ്ങൾ പോകുന്നത്? കാരണം എന്തൊക്കെ തെളിവുകൾ ഉണ്ടായിട്ടും സൂചനകൾ ഉണ്ടായിട്ടും ഒക്കെ ആ വഴിയിലേക്ക് അന്വേഷണം പോകാതിരിക്കുന്ന സാഹചര്യമുണ്ട്. ഉയരുന്ന ആരോപണങ്ങളും എന്താണ്? തീർച്ചയായിട്ടും വീണ പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ കേസിൽ ഇപ്പോൾ 6 പ്രതികളെയാണ് പിടികൂടിയിട്ടുള്ളത്. കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികൾ. 6 വിദ്യാർത്ഥികൾക്കും പ്രായപൂർത്തിയായിട്ടുള്ള അവരിപ്പോൾ വെള്ളിവാട് കുന്നിലെ ജുവനൈൽ ജസ്റ്റിസ് ഹോമിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. അവരുടെയൊക്കെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി തള്ളിയതൊക്കെയാണ്. അവർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇന്ന് ഇവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഘട്ടത്തിൽ തുടക്കം മുതൽ തന്നെ ഷഹബാസിന്റെ പിതാവ് ഉന്നയിച്ചിട്ടുള്ള ആരോപണം വീണ്ടും അവർ ശക്തമാക്കുകയാണ് ചെയ്യുന്നത്. അതായത് 6 പേർക്കും പ്രായപൂർത്തിയായിട്ടില്ല, അവർക്ക് മറ്റ് ആയുധ പരിശീലനങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ നഞ്ചക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഷഹബാസിനെ മർദ്ദിച്ചത് എന്നും ഈ പ്രതികളുടെ വീട്ടിൽ നിന്ന് നഞ്ചക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ പിടികൂടുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ പോലും എന്തുകൊണ്ടാണ് ഈ പ്രതികളായിട്ടുള്ള കുറ്റാരോപിതരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളിലേക്ക് കേസ് അന്വേഷണം പോകാത്തത് എന്ന ആവശ്യങ്ങൾ പലതവണ ഷഹബാസിന്റെ പിതാവ് മുന്നോട്ടേക്ക് വെച്ചിരുന്നു. കാരണം നഞ്ചക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങളാണ് ഈ പ്രധാന പ്രതിയുടെ പിതാവ് ഉപയോഗിക്കുന്നത് എന്ന് നേരത്തെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. പക്ഷേ അന്വേഷണ സംഘം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രക്ഷിതാക്കളിലേക്ക് കണക്ട് ചെയ്യുന്ന തെളിവുകളൊന്നും ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ്. ഈ ഘട്ടത്തിലാണ് പ്രതികളുടെ CPM ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ഈ പ്രധാന പ്രതിയുടെ പിതാവിന് TP വധക്കേസിലെ പ്രതിയുമായിട്ടുള്ള TK രജീഷുമായി ഉള്ള ബന്ധത്തിന്റെ അത് സൂചിപ്പിക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ബന്ധത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതിന് ശേഷവും ആ രീതിയിലുള്ള ഒരു അന്വേഷണം, എന്താണ് ഇവരുടെ പശ്ചാത്തലം എന്നതിനെ സംബന്ധിച്ചും അവർക്ക് ഈ കേസിൽ എത്രത്തോളം പങ്കുണ്ടാം എന്നതിനെ സംബന്ധിച്ചുള്ള തെളിവുകളൊക്കെ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ ഈ പ്രതികളുടെ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി പരിഗണിച്ച സമയത്ത് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വലിയ ആർഭാടമൊക്കെ ആയിട്ടായിരുന്നു പ്രതികളുടെ രക്ഷിതാക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അവർക്കന്ന് ജാമ്യം കിട്ടും, അതായത് പ്രായപൂർത്തിയാകാത്തവരാണ്, ജാമ്യം കിട്ടുമെന്നൊരു പ്രതീക്ഷയൊക്കെ ആ പ്രതികളുടെ രക്ഷിതാക്കൾക്കുണ്ടായിരുന്നു. അന്ന് അവർക്കത് കിട്ടിയിരുന്നില്ല. പക്ഷേ അവർ പ്രതികളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന പശ്ചാത്തലവും സാഹചര്യവും കാര്യങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവരുടെ ഇതിലെ സ്വാധീനം എന്താണ് അല്ലെങ്കിൽ പങ്കെന്താണ് എന്ന് സാധാരണയായി സംശയം തോന്നാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ രീതിയിൽ പോലീസ് അന്വേഷണം കൊണ്ടുപോകാത്തത് ഉന്നത രാഷ്ട്രീയ ബന്ധമാണ് എന്ന ഒരു ആരോപണം ഇപ്പോൾ കൂടുതൽ ശക്തമാവുകയാണ്. ഈ ആരോപണം ആദ്യമായിട്ടല്ല മുന്നോട്ടേക്ക് വരുന്നത്. ഷഹബാസിന്റെ മാതാപിതാക്കൾ തന്നെ വാർത്താ സമ്മേളനമൊക്കെ വിളിച്ചു പറഞ്ഞ കാര്യമാണ്. പോലീസിനോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പരാതികൾ ഷഹബാസിന്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രിക്ക് കത്തും അയച്ചിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ വിഷയം ചൂണ്ടിക്കാട്ടി പരാതി നൽകിയതിനു ശേഷവും ഈ രീതിയിലൊരു അന്വേഷണം കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നില്ല. ഈ ഇത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് പോലീസിൽ നിന്ന് ലഭിക്കുന്ന മറുപടി അവരെ കണക്ട് ചെയ്യുന്ന തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ നെഞ്ചക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ പിടികൂടിയത് ഈ പ്രധാന പ്രതിയുടെ വീട്ടിൽ നിന്നാണ്. ആ പ്രതിയുടെ പിതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ നെഞ്ചൊക്കെ ഉപയോഗിക്കുന്നതാണ് എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ വ്യക്തവുമാണ്. പക്ഷെ ഈ കൊലപാതകത്തിലേക്ക് നയിക്കുന്നതിൽ രക്ഷിതാക്കൾക്ക് പങ്കില്ല, അതിനുള്ള തെളിവുകൾ ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ മറ്റൊരു വിവരം പുറത്തു വരുന്നത്, ഈ മെറ്റയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ താമരശ്ശേരി പോലീസ് തേടിയിരുന്നു. അതായത് ഈ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഈ കൊലപാതകത്തിലുള്ള അല്ലെങ്കിൽ അക്രമത്തിലുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ഓഡിയോ ക്ലിപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ആൾക്കൂട്ട അക്രമത്തിൽ നടത്തി ഒരാൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ കേസ് ഉണ്ടാവില്ല, കേസ് നിൽക്കില്ല എന്നൊക്കെ കുട്ടികൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകളുടെ ആവശ്യത്തിനായിട്ട് മെറ്റയിൽ നിന്ന് വിവരങ്ങൾ തേടിയിരുന്നു പോലീസ്. മെറ്റയിൽ നിന്ന് വിവരം ലഭ്യമാകാത്തൊരു സാഹചര്യവുമുണ്ട്. ഈ ഘട്ടത്തിൽ അടുത്ത മാസം പകുതിയോട് കൂടിയിട്ട് കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവ ലഭ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു. ഈ പിതാവ് ഉൾപ്പെടെയുള്ള കുടുംബം ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്താൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു. നേരത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പരാതി നൽകിയതാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ ഈ CPMന്റെ ഉന്നത ബന്ധമാണ് ഈ പ്രതികളായിട്ടുള്ള ആളുകളുടെ രക്ഷിതാക്കളെ സംരക്ഷിക്കുന്നത് എന്ന ആരോപണം കൂടുതൽ ശക്തമായി വരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ പോലീസ് ഏത് രീതിയിലായിരിക്കും നീങ്ങുക എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങൾ കൂടി ഇനി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം നിഷേധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മെയ് പകുതിയോടുകൂടി കുറ്റപത്രം സമർപ്പിക്കുന്നത് എന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ സാധിച്ചത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ ഘട്ടത്തിലും ഈ കുറ്റാരോപിതരുടെ രക്ഷിതാക്കളെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന മാതാപിതാക്കളായിട്ടുള്ള ആളുകളെ എന്തുകൊണ്ടാണ് പ്രതിയേർക്കാത്തതെന്ന ആവശ്യം കൂടുതൽ ശക്തമാകുന്നുണ്ട്. ഓക്കെ, ശരി ഗോകുൽ. അങ്ങനെയുള്ള ആവശ്യവും ഒരുപക്ഷെ ആരോപണങ്ങൾക്കൊപ്പം തന്നെ നിലനിൽക്കുന്ന ഘടകവുമാണ്. പോലീസ് പക്ഷേ ആ തരത്തിലുള്ള അന്വേഷണം ഒന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നുമില്ല.